സാബു ജേക്കബിൻ്റെ കയ്യിൽ ഒരു വലിയ ബോംബുണ്ട്. ആ ബോംബ് പൊട്ടിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ജയിലിൽ പോകും. വലിയൊരു പ്രഖ്യാപനമാണ്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടാണ് പറയുന്നത്, എന്നെ തൊട്ടാൽ നിങ്ങളുടെ മകൾ ജയിലിലാവും. അത് വെറും ബോംബല്ല, ആറ്റം ബോംബാണെന്നും കൂടെയാണ് പറഞ്ഞത്. ഈ ആറ്റം ബോംബിൻ്റെ ഒരു സ്വഭാവം അത് സർവ്വസംഹാരകമാണ്. അതെ, അത് ഇട്ട് കഴിഞ്ഞാൽ സാബു ജേക്കബും അതോടെ തീർന്നു പോകും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ ബോംബിടാൻ മടിക്കുന്നത് എന്തിനാണ്? വാസ്തവത്തിൽ ഇതിലൊരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ എലമെൻ്റുണ്ട്. വേണമെങ്കിൽ പിടിച്ചാൽ ഞാൻ മകളെ അകത്താക്കും, പിടിച്ചില്ലെങ്കിലോ മകളെ അകത്താക്കില്ല, സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം. പക്ഷെ ടിജി, അത് പറയണ്ടേ? എത്ര കാലമായി സാബു ജേക്കബ് ഇങ്ങനെ സഹിക്കുന്നു? എന്തെല്ലാം തരത്തിലാണ് അയാളെ എന്തിനു സഹിക്കുന്നു? പറിച്ചുകൊണ്ട് പോയല്ലോ, എക്സ്പാൻഷൻ അല്ലേ? അതെ, ഇപ്പം ഇരിക്കുന്ന സ്ഥാപനവും കൂടെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ സാബുവിനൊരു കുഴപ്പവും വരാനില്ല. ഒരു വർഷം 10-200 കോടി രൂപ ഇവിടെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ സമ്മതിക്കില്ല. തമിഴ്നാട്ടിലുമൊക്കെ ഉണ്ട് കൈക്കൂലി. ഈ പറഞ്ഞ ഇദ്ദേഹം പോയ തെലുങ്കാനയിലും കൈക്കൂലിയൊക്കെ ഉണ്ട്. പക്ഷെ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശല്യം ചെയ്യില്ല. അതെ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കാശും കൊടുക്കണം, പിന്നെ ദിവസവും ഇവനെ ഓച്ചാനിക്കണം. എപ്പോഴും ശല്യമാണ്. ഒരു രീതിയിലും പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് സകല വ്യവസായം കേരളത്തിൽ നിന്ന് കടന്നു കളയുന്നത്. ഞാൻ ഈ നമ്മളുടെ നാഗ്ജി ഫുട്ബോൾ ഉണ്ടല്ലോ, അത് നടത്തുന്ന ആൾക്കാർ, സേഠ് നാഗ്ജി പുരുഷോത്തം ദാസ് ആൻഡ് കമ്പനി, സൂര്യമാർക്ക് കുടകൾ, 90കളിലാണ് അവരുടെ ഒരു എക്സ്പാൻഷൻ, കുട നിർമ്മാണത്തിൻ്റെ എക്സ്പാൻഷൻ. ഇത് മംഗലാപുരത്ത് 4000 crores ഇൻവെസ്റ്റ് ചെയ്തിട്ട് മംഗലാപുരത്താണ് അവരുടെ എക്സ്പാൻഷൻ. അത് കഴിഞ്ഞു അവർ ജയശ്രീ ഫാസിനേഴ്സ് എന്നോ മറ്റോ പറഞ്ഞിട്ട് നമ്മളുടെ വാളയാർ അതിർത്തി കഴിഞ്ഞ് കിഴക്കോട്ട് ഒരു 3-4 കിലോമീറ്റർ പോയാൽ അവരുടെ വലിയ നട്ട് ആൻഡ് ബോൾട്ട് ഉണ്ടാക്കുന്ന വലിയ കമ്പനി. അപ്പോൾ ഇതും കൂടെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ മനുഷ്യ ഇത്? നിങ്ങളുടെ സൂര്യമാർക്ക് കുട കേരളത്തിലെ പ്രശസ്തമായ കുടയുടെ എക്സ്പാൻഷൻ വന്നപ്പോൾ നിങ്ങൾ മംഗലാപുരത്ത് പോയി. പുതിയ നിങ്ങളുടെ നട്ട് ആൻഡ് ബോൾട്ട് ഫാക്ടറി, നല്ല പ്രിസിഷൻ നട്ട് ആൻഡ് ബോൾട്ട്, അത് പിച്ചളയുടെ ഉണ്ട്, ഇരുമ്പിൻ്റെ ഉണ്ട്, പലവിധ. അപ്പോൾ അയാൾ പറഞ്ഞു, സാറൊരു കാര്യം ആലോചിച്ച് നോക്ക്, ഇത്രയും കാലം കേരളത്തിൽ നിന്നിട്ട് ഇവിടെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് പോലും ഏർപ്പാടാക്കിയിട്ട് ഞങ്ങളുടെ എക്സ്പാൻഷൻ വന്നപ്പോൾ ഞങ്ങൾ മംഗലാപുരത്തേക്ക് പോയത് എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ജയശ്രീ ഫാസിനേഴ്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയ സ്ഥാപനവും എന്തുകൊണ്ട് അതിർത്തിയിൽ കൊണ്ടുപോയി വെച്ചു? വളയാറുന്നൊരു 4-5 കിലോമീറ്ററേ ഉള്ളൂ, അത്ര എടുത്ത് വെച്ചു. അയാൾ പറഞ്ഞു, ഇവിടെ ജീവിക്കാൻ നിർവാഹമില്ല. അത് ഞങ്ങൾക്ക് വർഷങ്ങൾ കൊണ്ട് ബോധ്യമായി. സേഠ് നാഗ്ജി പുരുഷോത്തം ദാസ് എന്നൊക്കെ പറയുന്ന അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മക്കളോ മരുമക്കളോ ഒക്കെയാണ് ഇപ്പോൾ ഇത് നടത്തുന്നത്. അവർ പറഞ്ഞു, ഇറ്റ്സ് എ റിയാലിറ്റി ദാറ്റ് വി ജസ്റ്റ് കനോട്ട് ഓപ്പറേറ്റ് ഇൻ കേരള. ബട്ട് ഞങ്ങൾ പിന്നെ ഗുസ്തിക്കും വഴക്കിനും ഒന്നും പോയില്ല. ഞങ്ങൾ ഒഴിഞ്ഞു, മംഗലാപുരത്തും പോയി. പിന്നെ കേരളത്തിലാണ് ഞങ്ങളുടെ മാർക്കറ്റ്. അതുകൊണ്ട് വാളയാറിന് കിഴക്ക് വശം ഞങ്ങൾ ഫാക്ടറി തുടങ്ങി. അപ്പോൾ ഫാക്ടറി കേരളത്തിലല്ല, പക്ഷേ ഡെലിവറി വളരെ എളുപ്പമാണ്. കേരളത്തിന് ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് വേണം. സൂര്യമാർക്ക് കുടയും വേണം, ഞങ്ങളുടെ നട്ട് വേണം, ബോൾട്ട് വേണം, എല്ലാ സാധനവും വേണം. പക്ഷേ കേരളത്തിൽ ഇതുണ്ടാക്കാൻ മലയാളികൾ സമ്മതിക്കില്ല. ഈ സാബു ജേക്കബിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ വ്യവസായം തുടങ്ങി എന്നുള്ള മഹാഭാവത്തിനൊപ്പം മറ്റൊന്നും കൂടി ചെയ്തു. പുള്ളിയുടെ ഒരു പൗരാവകാശത്തിൻ്റെ ഭാഗമായി പുള്ളി ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഉണ്ടാക്കി. അത് വലിയ ഡേഞ്ചർ അല്ലേ? അതെ, ഈ വ്യവസായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പാടില്ല. പിരിവ് മാത്രമേ കൊടുക്കാവുള്ളൂ. പിരിവ് മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾക്ക് വിലയ്ക്കെടുക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളെ വിലയ്ക്കെടുക്കും. ആ പാർട്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് കേരളത്തിൽ വിലയ്ക്കെടുക്കാൻ സമ്മതിക്കില്ല, നിങ്ങൾ പാർട്ടി ഉണ്ടാക്കാൻ സമ്മതിക്കില്ല, നിങ്ങൾ വ്യവസായം നടത്താൻ സമ്മതിക്കില്ല, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങളൊരു ഷെഡ് തുറന്നിട്ട് ആളുകൾക്ക് ചുമ്മാ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കണം, പാർട്ടികൾക്ക് അവരാവശ്യപ്പെടുന്ന കാശ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഒരു സ്ഥാപനമാണ് കേരളത്തിലെ അഡ്മിനിസ്ട്രേഷൻ ആവശ്യപ്പെടുന്നത്. ബാക്കിയൊക്കെ ഭംഗിവാക്കാണ്. ഇപ്പോൾ ശ്രീനിജൻ മുതൽ പിണറായി വരെയുള്ള ആളുകൾക്ക് സാബു ജേക്കബ് കിറ്റക്സ് വിട്ടിട്ട് ഇവിടുന്ന് ഓടിപ്പോണം എന്നതാണോ? അതെ. അവർക്കെന്താ ഗുണം? അവർക്ക് ഗുണമൊന്നുമില്ല. അവർക്ക് ഈ വ്യവസായങ്ങളോട്, മാനുഫാക്ചറിങ്ങിനോടുള്ള ഒരു ബേസിക് അവേർഷൻ.
അത് മാനുഫാക്ചറിങ് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചും സ്വകാര്യ മേഖലയിലായി കഴിഞ്ഞാൽ അത് അവരുടെ എല്ലിൽ പിടിക്കില്ല. അതാണ് അവരുടെ പ്രശ്നം. അവരുടെ നിർമ്മാണം തന്നെ, അവരുടെ കൺസ്ട്രക്ഷൻ, അവരുടെ മനസ്സിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഇതിന് എതിരാണ്. അതുകൊണ്ടാണ് സ്വകാര്യ കൃഷിയാണെങ്കിലും സ്വകാര്യ വ്യവസായമാണെങ്കിലും അവർ നശിപ്പിക്കും. ഈ സാബു ജേക്കബിൻ്റെ കേസ് വന്നപ്പോൾ വളരെ വിചിത്രമായൊരു സംഭവം ശ്രദ്ധിച്ച് കാണും. നമ്മുടെ നാട്ടിൽ ഒരുപാട് സംവരണ മണ്ഡലങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു MLA നാടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പട്ടികജാതി പീഡനമാണ് എന്നുള്ള പുതിയ വ്യാഖ്യാനം വന്നത് സാബു ജേക്കബിൻ്റെ കാര്യത്തിലാണ്. അത് വരും. അങ്ങേർക്കെതിരെ എത്ര കേസ് വാസ്തവത്തിലുണ്ടല്ലോ. ആ മനുഷ്യൻ്റെ ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് നിസ്സഹായാവസ്ഥയിൽ ഞാനതാ കണ്ടത്. കാരണം നിരന്തരം കേസ് കൂജയില്ല എന്നൊക്കെ പറഞ്ഞു. അത് കൂടാതെ ഈ പട്ടികവർഗ പീഡനം, തേങ്ങാക്കൊല, മാങ്ങാത്തൊലി, മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതാണ് പട്ടികജാതി പീഡനമായത്. അപ്പോൾ അത് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നിസ്സഹായാവസ്ഥയിലായിരിക്കും ഈ മനുഷ്യൻ. എൻ്റെ കയ്യിൽ ഒരു ആറ്റം ബോംബുണ്ട്, ഞാനെടുത്ത് പൊട്ടിക്കുകയോ എന്ന് പറയുന്നൊരവസ്ഥയിലെത്തി. കൂടെ നിന്നതിന് ദീപു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ തലക്കടിച്ച് കൊന്നു. സാധാരണഗതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യവസായി ഇങ്ങനെയൊന്നും പറയില്ല. ഈ കവലച്ചട്ടമ്പയെ പോലെ കുത്തി കുടലെടുത്ത് കളയും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു നിപ്പ്, അതിലേക്ക് ഒരു വ്യവസായിയെ അധപ്പതിപ്പിച്ചു എന്നുള്ള മഹാപാപമാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെ അതിൽ കോൺഗ്രസിനും പങ്കുണ്ട്. അവിടെ ഒരു സംശയം, PT തോമസ് ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള ആളാണ്. നമ്മൾ പറയുന്ന ആദർശ പുരുഷൻ. ഈ കമ്പനിയെ കെട്ടിക്കാൻ വേണ്ടി എല്ലാ കഥകളുമായി എറണാകുളം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി എനിക്ക് ഓർമ്മയുണ്ട്. സാബു ജേക്കബ് നഷ്ടപരിഹാര കേസ് കൊടുത്തു, അതോടുകൂടി അദ്ദേഹം പിന്മാറി. ആരോപണങ്ങളിൽ നിന്ന് PT ഒളിച്ചോടി. ഈ PT തോമസ് എന്തിനത് ചെയ്തു എന്ന് എനിക്കറിയാമില്ല. പലപ്പോഴും ഇവർക്കൊക്കെ ഒരു വ്യക്തിവൈരാഗ്യം സാബു ജേക്കബിനോടുള്ളതായിട്ട് നമുക്ക് ഈ സംഭവങ്ങൾ കാണുമ്പോൾ ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെക്കുക, സാബു ജേക്കബുമായിട്ട് ഒരു പേഴ്സണൽ അനിമോസിറ്റി ഈ പറഞ്ഞ ആൾക്കാർക്കുണ്ട്. PT തോമസ്, രാജീവന്, ശ്രീനിജന് എല്ലാം. അദ്ദേഹത്തിൻ്റെ പിതാവ് വൈദ്യശാലയിൽ ചികിത്സിക്കാൻ തിരുമിക്കാൻ വന്ന് മാസങ്ങളോളം താമസിച്ചിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. അതൊക്കെ പഴയ കാര്യം. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇപ്പോൾ ഇല്ലല്ലോ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇവർ നിറം മാറാൻ വലിയ നേരമൊന്നും വേണ്ട. രാഷ്ട്രീയക്കാർ അവരുടെ കളർ പെട്ടെന്ന് മാറും. എപ്പോൾ പറഞ്ഞു എന്നൊക്കെ ചോദിക്കും. തലേദിവസം പറഞ്ഞതായിരിക്കും, നിങ്ങൾ വീഡിയോ എടുത്ത് കാണിക്കും. അല്ലേ? അതെ, അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മളെ KPCC പ്രസിഡന്റ് പറയുന്നില്ലേ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, മൈ ഡിയർ എന്നാണ് പറഞ്ഞത്. അല്ല, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. ബട്ട് ഹി ഡിനൈസ് ദാറ്റ്. അത് ചെയ്യാനുള്ള തൊലിക്കട്ടി രാഷ്ട്രീയക്കാർക്കുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ അവിടെ ഞാൻ ചികിത്സയ്ക്ക് പോയിരുന്നു, അതിൻ്റെ ചെറിയൊരു കൺസിഡറേഷൻ അങ്ങനെയൊന്നും രാഷ്ട്രീയക്കാർക്കില്ല. ബേസിക്കലി വ്യവസായികളെ അവർ കേരളത്തിൽ വെച്ചുകൊണ്ടിരിക്കില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം വേറൊന്നാണ്. ഇദ്ദേഹം ഇത് പറഞ്ഞു, എൻ്റെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, ഞാനത് പൊട്ടിക്കും, നിങ്ങളുടെ മകളെ ഞാൻ അകത്താക്കും, ഇതാണല്ലോ പറയുന്നത്. എന്നിട്ട് CPM നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടോ എന്ന് നോക്കിയാൽ ഒരു DYFI-കാരൻ പോലും പ്രതിഷേധിച്ചില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം. നമ്പർ 2, സാധാരണ പിണറായി വിജയൻ്റെ സ്വഭാവം അനുസരിച്ച് ആ പ്രസംഗത്തിൻ്റെ പേരിൽ ഒരു 153A. അതെ, പിണറായി വിജയൻ്റെ പോലീസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സകല കേസിലും 153A ഉണ്ടാവും. കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം, കലാപാഹ്വാനം, അത് എന്തു ആയിക്കോട്ടെ, 153A ആദ്യം ഒരു ഇടുന്ന വകുപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു FIR എങ്കിലും ഇടുമെന്ന് ഞാൻ വിചാരിച്ചു. അതുമില്ല. എത്രയോ FIR ഈ മനുഷ്യൻ്റെ പുറത്ത് കിടക്കുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പത്രക്കാരോ ആരെങ്കിലും ചോദിച്ചാൽ നിയമ നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി ഒരു FIR ഇടണ്ട്. അല്ല, അതുമില്ല. മകളുടെ പേര് പറഞ്ഞ ഒരു കേസിലും ചെയ്തിട്ടില്ലല്ലോ. അത് ശരി. ഏത് കേസിലാവട്ടെ? മകളെ അപമാനിച്ച് നിയമസഭയിലൊക്കെ പൊട്ടിത്തെറിച്ച പിണറായി കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ മകൾക്കെതിരായുള്ള പരാമർശങ്ങൾ നീക്കി കിട്ടാനോ ഒന്നും ഒരു കോടതിയെ സമീപിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അല്ല, പക്ഷേ സാബു ജേക്കബിൻ്റെ കാര്യത്തിൽ മകളെ പറഞ്ഞു എന്നുള്ളതല്ല, ഈ ആറ്റം ബോംബ് കയ്യിലുണ്ട്, അത് പൊട്ടിക്കും എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമല്ല. മകളൊരു ഫാക്ടറാണ്, ആറ്റം ബോംബ് പൊട്ടിക്കുന്ന കുറ്റകൃത്യമാണ്. കേരള പോലീസിൻ്റെ നോട്ടത്തിൽ ഇനി എങ്ങാനും കിറ്റക്സിൽ ഒരു ആറ്റം ബോംബ് ഉണ്ടെങ്കിലോ? അങ്ങേരുടെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെന്ന് അങ്ങേര് തന്നെ പറയുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഡക്ട്സ് എല്ലാം വിൽക്കുന്ന അമേരിക്കയിലെ, അമേരിക്കയിൽ നിന്ന് വല്ല കണ്ടെയ്നറോ എല്ലാം കയറ്റിക്കൊണ്ട് വന്ന് കാണും. വന്ന് കാണും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കി കാണും. കിറ്റക്സിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള കുറിപ്പടിയൊക്കെ, ചെറിയ ബോംബ് ഉണ്ടാക്കാനുള്ള കുറിപ്പടി CPM-ൻ്റെ കയ്യിൽ തന്നെയാണ്. അതെ അതെ.
അപ്പോൾ ആറ്റം ബോംബിൻ്റെ കുറിപ്പടിയും അവരുടെയിലും ഉണ്ടാവും ഇയാളുടെയിലും ഉണ്ടാവും, ആർക്കും അറിയില്ല. ബട്ട് ആറ്റം ബോംബ് കൈവശമുണ്ടെന്നും അത് പൊട്ടിക്കുമെന്നും പറഞ്ഞ് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി എന്ന് പറഞ്ഞൊരു കേസ് എടുക്കണ്ടേ? ഉറപ്പായിട്ടും എടുക്കാവുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട ആ ബുദ്ധി പോലീസിന് വരുമായിരിക്കും. അങ്ങനെ വന്നാൽ കൊള്ളാം. അതല്ലെങ്കിൽ എന്നെ അത്ഭുതപ്പെടുന്ന ആ ബോംബ് പൊട്ടിക്കഴിഞ്ഞു. ഇപ്പം തന്നെ ഈ CPM-ൻ്റെ മൗനം, ഈ പൊട്ടിത്തെറിയപ്പോഴും ശബ്ദത്തോടെ ആവണമെന്നില്ല, മൗനം വേറൊരു പൊട്ടിത്തെറി. ഒരു കോർണറിൽ നിന്നും എല്ലായ്പ്പോഴും ഇദ്ദേഹത്തെ രക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധനായിട്ട് ഇറങ്ങുന്ന മരുമകനുണ്ടല്ലോ, അയാളും മിണ്ടുന്നില്ല. അതൊരു അത്ഭുതമല്ലേ? ആ അത്ഭുതത്തിൻ്റെ ബോംബ് പൊട്ടിയെന്നാണ് ഞാനീ പറഞ്ഞത്. അത്ഭുതത്തിൻ്റെ ബോംബ് പക്ഷേ ശബ്ദം ഉണ്ടാവണമെന്നൊന്നുമില്ല. ഒരു സംശയം, ഇപ്പോൾ സമീപകാലത്ത് വരുന്ന ആക്രമണങ്ങൾക്ക് മുഴുവൻ അതിൻ്റെ കുന്തമുന പിണറായിയുടെ മകളുടെ നേരെയാണ്. അതെന്തുകൊണ്ടായിരിക്കും? ആര് പറഞ്ഞാലും അവസാനം മകളെന്ന് പറയും. അല്ല, മകളുടെ പേരിൽ ഇദ്ദേഹം ഒരുപാട് ഓപ്പറേഷൻസ് നടത്തി, സ്വാഭാവികമായിട്ട് അവരുടെ പേര് അന്തരീക്ഷത്തിൽ വരും. ഓപ്പറേഷൻസ് മുഴുവൻ നടത്തിയിരിക്കുന്നത് മകളുടെ പേരിലാണ്. അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് ഓപ്പറേഷൻസ് ഹാസ് ബീൻ കണ്ടക്റ്റഡ് ത്രൂ ഒരു ബെനാമി. പിണറായി പറയുന്നുണ്ടല്ലോ, വീട്ടിലിരിക്കുന്നവരെ ആക്രമിക്കരുത്. AK ബാലനും പറയും. രാഷ്ട്രീയം പറഞ്ഞോ വീട്ടിലിരിക്കുന്നവരെ ആക്രമിക്കാമോ? അല്ല, വീട്ടിലിരിക്കുന്നവരെ ആക്രമിക്കരുതെന്ന് പറയുന്ന ഏത് ഫോർമുല വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ മകൾ അഴിമതിക്കാരിയാണെങ്കിൽ അവൾ വീട്ടിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് സുനിലെ ആക്രമിക്കരുതെന്ന് പറഞ്ഞ് ഇതെന്താ? അങ്ങനെയാണ് എല്ലാവരും സ്വന്തം വീട്ടിൽ കയറി ഇരുന്നാൽ മതിയല്ല, ആരും ആരെയും ആക്രമിക്കില്ല. പിന്നെ ആ ന്യായം എനിക്ക് മനസ്സിലാകുന്നില്ല. വീട്ടിലിരിക്കുന്നവരെ ആക്രമിക്കരുത്, വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരെ ആക്രമിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം. ബട്ട് യു ആർ ഓൾറെഡി ഇൻ എ കോൺട്രവേഴ്സി, ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ ടേക്ക് യുവർ നെയിം. വീണയെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പുതുപ്പള്ളി ഇലക്ഷൻ സമയത്ത് പാവം അച്ചൂമ്മൻ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുറേ കാമ്പയിൻ ചെയ്തത്. അവരവിടെ പണിയെടുത്ത് തൊഴിലെടുത്ത് ജീവിക്കുക. അത് അച്ചൂമ്മന് ഒരു ന്യായം, വീണയ്ക്ക് വേറൊരു ന്യായം. ഇത് കേരളമാണ്. ന്യായങ്ങൾ പല രീതിയിലാണ്. ഇത് കേരളമാണ്. CPM-ന് ഒരു ന്യായം, മറ്റ് പാർട്ടികൾക്ക് വേറെ ന്യായം. പിണറായി വിജയന് ഒരു ന്യായം, മുഹമ്മദ് റിയാസിന് വേറൊരു ന്യായം, സാബു ജേക്കബിന് അതിലൊക്കെ വിചിത്രമായ മറ്റൊരു ന്യായം. അങ്ങനെ ന്യായവും നീതിയും. അങ്ങനെ രാവിലെ ഒരു ന്യായം, ഉച്ചയ്ക്ക് വേറൊരു ന്യായം, വൈകുന്നേരം മൂന്നാമതൊരു ന്യായം. അദ്ദേഹത്തിനല്ല, അദ്ദേഹത്തോട് കാണിക്കുന്നത്. അതെ, ഏത് വഴിയിലാണ് പുള്ളിക്ക് പ്രശ്നം എപ്പോഴും അറിയാൻ വയ്യ. ഞാൻ ഇത് അമ്പരപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന മൗനമാണ് CPM-ൻ്റെ ഈ ആറ്റം ബോംബ് കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് വാസ്തവത്തിൽ തോന്നുന്നു ഈ ആറ്റം ബോംബിനോളം വരുന്ന എന്തോ രഹസ്യം സാബു ജേക്കബിൻ്റെ കയ്യിലുണ്ട്. ഈ പുഷിങ് അപ് ടു ദ വാൾ എന്ന് പറയൂല, ഒരുത്തനെ തള്ളി തള്ളി ഭിത്തി വരെ തള്ളാൻ നമുക്ക്, പിന്നെ എന്ത് ചെയ്യും? ആ ഘട്ടം എത്തുമ്പോൾ അവൻ തിരിച്ചു തള്ളും. അങ്ങനത്തെ ഒരു തള്ളാണ് സാബു ജേക്കബ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ തള്ളല്ല, ഫിസിക്കൽ തള്ള്. ഇനി എനിക്ക് പോകാൻ സ്ഥലമില്ല ചേട്ടാ, ഞാൻ തിരിച്ചു തള്ളും. ഇനി തിരിഞ്ഞു നിൽക്കുകയാണ് സാബു ജേക്കബ്. അത് തള്ളുന്ന മനസ്സിലാക്കിക്കൊണ്ടാണ് CPM മൗനമായിട്ടിരിക്കുന്നത്. മൗനം വാചാലമായ മൗനമാണത്. അത് ഏത് ദിശയിലേക്ക് പോകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതൊരു പക്ഷേ ഈ സാബു ജേക്കബ് പറഞ്ഞ പോലെ ആറ്റം ബോംബാണെങ്കിൽ അത് സർവനാശമായിരിക്കും. നാട്ടുകാർ കരുതിയിരിക്കണം. എനിക്കിതൊക്കെയാണ്, ഇവർ ഈ ബോംബൊക്കെ പൊട്ടിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള നിരപരാധികൾക്ക് പരിക്ക് പറ്റുമെന്നുള്ള പേടിയാണ് എനിക്കുള്ളത്. പരസ്യമായിട്ടൊക്കെ ബോംബ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നിരപരാധികൾക്കും പരിക്കേൽക്കുമല്ലോ. നമ്മളൊരു റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ ലാത്തി ചാർജ് നടക്കും, നമുക്ക് തന്നെ അട്ടണം പോലീസിൻ്റെ ഭാഗത്ത് കിട്ടും. ഇതുപോലത്തെ കുഴപ്പങ്ങൾ ഉണ്ടാവാതെ നിയന്ത്രിതമായൊരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, കൺട്രോൾഡ് എക്സ്പ്ലോഷനുണ്ട്, മിനി ന്യൂക്ലിയർ ലോ ഇൻറ്റൻസിറ്റി എക്സ്പ്ലോഷൻ. ഏതായാലും ഒരു കാര്യമുണ്ട്, ഇനി ഇങ്ങനെ തല്ലുകൊള്ളാൻ ഞാനില്ല എന്ന് സാബു ജേക്കബ് പറഞ്ഞു. അത് അങ്ങനെ ഒരു മെസ്സേജ് വായിച്ചു. മാത്രമല്ല ഇനി തിരിച്ചു തല്ലുമെന്നും പറഞ്ഞു. അതെ കാവളം മടൽ വെട്ടിത്തല്ലും. അതെ, ആ അടി മാരകമായിരിക്കും. മാരകമായിരിക്കും. അതിന് ആറ്റം ബോംബിൻ്റെ പ്രഹരശേഷിയുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം. ഇത് സാബു ജേക്കബിൻ്റെ ഈ സ്വരം കേരളത്തിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന മുഴുവൻ വ്യവസായികൾക്കും ഒരു പക്ഷേ ഊർജം പകരും. ഇല്ല, അതൊന്നുമില്ല. ബാക്കി വ്യവസായികളൊക്കെ ഓരോ രീതിയിൽ കുഴിയിൽപ്പെട്ട് കിടക്കുകയാണ്. സുനിൽ, എന്താ വിചാരിച്ചേ? എന്തുകൊണ്ടാണ് കേരളത്തിലെ വ്യവസായികളെല്ലാവരും ചേർന്ന് സാബു ജേക്കബിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? പല രീതിയിൽ കെട്ടിപ്പണഞ്ഞിട്ട് അവരെ എല്ലാം ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. അവരൊക്കെ ഇങ്ങനത്തെ ഓരോ വാരിക്കുഴിയിൽ വീഴ്ത്തി നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഏതായാലും പൊരുതാൻ നമുക്കൊരു സാബു ജേക്കബെങ്കിലും ഉണ്ട്. സാബു ജേക്കബും പൊരുതുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ആറ്റം ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പുള്ളി പറഞ്ഞു, പക്ഷേ പൊട്ടിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ അങ്ങ് പൊട്ടിച്ചാൽ പോരെ? അല്ല, ഇന്ത്യയുടെ കയ്യിലുള്ള ആറ്റം ബോംബ് പൊട്ടിക്കാനുള്ളതല്ല. ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രതിരോധത്തിനുള്ള ആറ്റം ബോംബാണ്. പ്രതിരോധം ഒരു തെറ്റല്ല. അല്ല, പ്രതിരോധം തെറ്റൊന്നുമല്ല. പക്ഷേ
ഈ വീണാ വിജയൻ അകത്താകും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അത്രയും വലിയൊരു ക്രൈം രഹസ്യമായിട്ട് സാബു ജേക്കബ് കയ്യിൽ വെച്ചിരിക്കുന്നു എന്നാണ്. വീണയുടെ അതിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെ അല്ല ഇതിനകത്ത് സാധാരണ ജനങ്ങളുടെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട്. ആഫ്റ്റർ ഓൾ വാട്ട് ദിസ് വീണ ഹാസ് ഡൺ വിച്ച് ഈസ് സോ ഡേഞ്ചറസ്, അതറിയാനുള്ള ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഇപ്പുറത്തെ മൗനം ആ ആറ്റം ബോംബിനേക്കാൾ ഭീതിപ്പെടുത്തുന്ന മൗനമാണ് CPM-ൻ്റെ. ഇനി CPM സാബു ജേക്കബിന് TP ചന്ദ്രശേഖരനെ പോലെ നേരിടാനാണോ തീരുമാനം? അത് പറഞ്ഞുകൂടാ. അതാണോ ഈ മൗനത്തിൻ്റെ അർത്ഥം? ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലാത്ത ആളുകളാണ് അതൊക്കെ ശരിയാണ്. സത്യം. സാബു ജേക്കബ് കരുതലോടെ ഇരിക്കട്ടെ. ഏതായാലും നമുക്കറിയാനുള്ള അവകാശം ബാക്കി നിൽക്കുകയാണ്. അതും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലിരിക്കട്ടെ. ബി കെയർഫുൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.